നമസ്കാരം. ഷിക്കന വേൾഡ് ടുഡേയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇറാനിലെ എണ്ണവാതക വൈദ്യുതി ഉൾപ്പെടെയുള്ള ഊർജ്ജാടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യമിട്ട് അമേരിക്കയും ഇസ്രായേലും സംയുക്ത സൈനിക ആക്രമണം നടത്താൻ ആലോചിക്കുന്നതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ആക്രമണം ഈ വാരാന്ത്യത്തിൽ ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. അതേസമയം ഇത്തരമൊരു നടപടിക്ക് ഇതുവരെ ഔദ്യോഗിക സ്ഥിരീകരണമോ അന്തിമ തീരുമാനമോ ഉണ്ടായിട്ടില്ല. നിലവിലെ സുരക്ഷാ സാഹചര്യവും രഹസ്യാന്വേഷണ വിവരങ്ങളും വിലയിരുത്തിയ ശേഷമായിരിക്കും തുടർ നടപടികളെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇറാനെതിരെ ഈ വാരാന്ത്യത്തിൽ തന്നെ പുതിയ സൈനിക ആക്രമണം നടത്താൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉത്തരവിട്ടതായി വാൾസ്ട്രീറ്റ് ജേണലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇറാനെ കൂടുതൽ സൈനിക സമ്മർദ്ദത്തിലാക്കി കീഴടങ്ങാൻ നിർബന്ധിതരാക്കുകയോ അമേരിക്കയുടെ നിബന്ധനകൾ അംഗീകരിച്ച് ചർച്ചാ മേശയിലേക്ക് തിരിച്ചെത്തിക്കുകയോ ചെയ്യുക എന്നതാണ് പുതിയ നീക്കത്തിന്റെ ലക്ഷ്യമെന്നാണ് റിപ്പോർട്ടുകൾ. ഇറാനുമായി നടത്തിയ നയതന്ത്ര ശ്രമങ്ങളിൽ പ്രതീക്ഷിച്ച പുരോഗതി ഉണ്ടായില്ലെന്നും അമേരിക്കൻ സൈനിക താവളങ്ങൾക്കും കപ്പൽ ഗതാഗതത്തിനുമെതിരായ ഭീഷണികൾ തുടരുകയാണെന്നും വിലയിരുത്തിയ ശേഷമാണ് ട്രംപ് പുതിയ ആക്രമണത്തിന് അനുമതി നൽകിയതെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ബാബൽ മന്ദബ് കടലിടുക്ക് വഴി സഞ്ചരിക്കുന്ന കപ്പലുകളിൽ നിന്ന് യാത്രാ ഫീസ് ഈടാക്കാൻ പദ്ധതിയുണ്ടെന്ന റിപ്പോർട്ടുകൾ തള്ളി യമനിലെ ഹൂത്തി ഭീകരർ. കപ്പൽ ഗതാഗതത്തിന് പണം ഈടാക്കാനുള്ള ഔദ്യോഗിക തീരുമാനം എടുത്തിട്ടില്ലെന്ന് ഹൂത്തി നിയന്ത്രണത്തിലുള്ള ഹ്യൂമാനിറ്റേറിയൻ ഓപ്പറേഷൻ കോർഡിനേഷൻ സെന്റർ വ്യക്തമാക്കി. കപ്പലുകൾക്ക് സുരക്ഷിതമായ കടന്നുപോകൽ സൗകര്യം സൗജന്യമായി തുടരും. ഫീസ് ആവശ്യപ്പെടുന്ന വ്യക്തികളോ സ്ഥാപനങ്ങളോ ഔദ്യോഗിക പ്രതിനിധികളല്ലെന്നും ഹൂത്തികൾ അറിയിച്ചു. ചെങ്കടലിനെയും ഏഡൻ ഉൾക്കടലിനെയും ബന്ധിപ്പിക്കുന്ന ബാബൽ മന്ദബ് കടലിടുക്ക് ലോകത്തിലെ പ്രധാന സമുദ്ര വ്യാപാര പാതകളിലൊന്നാണ്. യൂറോപ്പ് ഏഷ്യ ചരക്ക് ഗതാഗതത്തിനും എണ്ണ കയറ്റുമതിയിലും ഈ പാതയ്ക്ക് നിർണായക പങ്കുണ്ട്. അതേസമയം ചെങ്കടൽ മേഖലയിലെ സുരക്ഷാ ആശങ്കകൾ കാരണം അന്താരാഷ്ട്ര കപ്പൽ കമ്പനികൾ ജാഗ്രത തുടരുകയാണ്. നേരത്തെ കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണ ഭീഷണികളെ തുടർന്ന് പല കമ്പനികളും പാത മാറ്റി സഞ്ചരിച്ചിരുന്നു. സ്പെയിനിലെ സ്യൂട്ട അതിർത്തിയിലുണ്ടായ വൻ കുടിയേറ്റ ശ്രമം ദുരന്തമായി. മൊറോക്കോയിൽ നിന്ന് സ്പെയിനിലേക്ക് കടക്കാൻ ശ്രമിച്ച സംഭവത്തിൽ 57 പേർ മരിച്ചതായാണ് റിപ്പോർട്ടുകൾ. ഭൂരിഭാഗം കുടിയേറ്റക്കാരും മൊറോക്കോയിലേക്ക് മടങ്ങിയതായി സ്പെയിൻ അറിയിച്ചു. സ്പെയിനിന്റെ വടക്കേ ആഫ്രിക്കൻ പ്രദേശമായ സൂട്ടയിലേക്ക് 10,000-കണക്കിന് ആളുകൾ അതിർത്തി കടക്കാൻ ശ്രമിച്ചതോടെയാണ് സംഘർഷം ഉണ്ടായത്. കരമാർഗവും കടൽമാർഗവും നടന്ന ഈ ശ്രമത്തിനിടെ തിരക്കിലും മുങ്ങിമരണത്തിലും ഉൾപ്പെടെ നിരവധി പേർക്ക് ജീവൻ നഷ്ടമായി. സ്പെയിൻ സർക്കാരിന്റെ കണക്കനുസരിച്ച് അതിർത്തി കടന്നവരിൽ ഏകദേശം 48,300 പേർ സ്വമേധയാ മൊറോക്കോയിലേക്ക് തിരിച്ചുപോയി. സുരക്ഷാ സേനകൾ ഇടപെട്ടതോടെ സ്യൂട്ടയിലെ സ്ഥിതിഗതികൾ നിയന്ത്രണത്തിലാക്കിയതായി അധികൃതർ അറിയിച്ചു. മനുഷ്യക്കടത്ത് സംഘങ്ങളാണ് ഇത്തരം കൂട്ടപ്രവേശനങ്ങൾക്ക് പിന്നിലെന്നാണ് സ്പെയിൻ ആരോപിക്കുന്നത്. സംഭവത്തെ തുടർന്ന് യൂറോപ്പിൽ കുടിയേറ്റ നയവും അതിർത്തി സുരക്ഷയും വീണ്ടും ചർച്ചയാവുകയാണ്. US മറൈൻ കോർപ്സിന്റെ അത്യാധുനിക F-35B യുദ്ധവിമാനം കാലിഫോർണിയയിലെ മിറാമർ സൈനിക താവളത്തിന് സമീപം തകർന്നു വീണു. ലാൻഡിങ്ങിന് ശ്രമിക്കുന്നതിനിടെയായിരുന്നു അപകടം. വിമാനത്തിലുണ്ടായിരുന്ന പൈലറ്റ് പരിക്കുകളോടെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. വിമാനം തകരുന്നതിന് തൊട്ടുമുമ്പ് പൈലറ്റ് സുരക്ഷിതമായി പുറത്തേക്ക് ചാടുകയായിരുന്നു. പൈലറ്റിന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് അധികൃതർ അറിയിച്ചു. താഴേക്ക് പതിച്ച വിമാനം പൂർണ്ണമായും കത്തിയമർന്നു. അപകടത്തെ തുടർന്ന് എയർബേസിന് സമീപമുള്ള പുൽക്കാടുകളിൽ പടർന്ന തീ ഫയർഫോഴ്സ് എത്തിയാണ് അണച്ചത്. വിമാനം റൺവേയിൽ ലാൻഡ് ചെയ്യുന്നതിനിടെ പിൻഭാഗം നിലത്ത് ഉരുത്തിയതാണ് അപകടത്തിന് കാരണമായതെന്നാണ് പ്രാഥമിക നിഗമനം. സംഭവത്തിൽ US സൈന്യം ഉന്നതതല അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന യുദ്ധവിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. യുക്രൈൻ തലസ്ഥാനമായ കീവിന് നേരെ റഷ്യ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ 9 പേർ കൊല്ലപ്പെട്ടു. 4 കുട്ടികൾ ഉൾപ്പെടെ 27 പേർക്ക് പരിക്കേറ്റതായി പ്രാദേശിക അധികൃതർ അറിയിച്ചു. ആക്രമണത്തിൽ കീവിലെ 5 മേഖലകളിലാണ് നാശനഷ്ടമുണ്ടായത്. ആക്രമണത്തിന് മണിക്കൂറുകൾക്ക് മുമ്പ് കീവിൽ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ആക്രമണ സമയത്ത് തുടർച്ചയായി 10 സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായി അന്താരാഷ്ട്ര മാധ്യമപ്രവർത്തകർ റിപ്പോർട്ട് ചെയ്തു. ആക്രമണത്തിൽ നിരവധി കെട്ടിടങ്ങളും വാഹനങ്ങളും തകർന്നു. അടുത്ത മാസങ്ങളിലായി റഷ്യയും യുക്രൈനും ആക്രമണങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. യുക്രൈനിലെ നഗരങ്ങളെയും ജനവാസ മേഖലകളെയും ലക്ഷ്യമിട്ട് റഷ്യ ദീർഘദൂര ആക്രമണങ്ങൾ വർദ്ധിപ്പിച്ചതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. യുക്രൈനിലെ സാധാരണ ജനങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ വർദ്ധിച്ചു വരുന്നതായി ഐക്യരാഷ്ട്രസഭ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിൽ പടർന്നു പിടിക്കുന്ന എബോള വൈറസ് ബാധ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ വ്യാപനമായി മാറി.
രാജ്യത്ത് രോഗബാധിതരുടെ എണ്ണം 3500 കടന്നതായി കോങ്കോ വാർത്താവിനിമയ മാധ്യമ മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകൾ വ്യക്തമാക്കുന്നു. ഔദ്യോഗികമായി സ്ഥിരീകരിച്ച കേസുകളുടെ എണ്ണം 3532 ഉയർന്നു. 2018 ഓഗസ്റ്റ് മുതൽ 2020 ജൂൺ വരെ നീണ്ടുനിന്ന ഏകദേശം 3470 കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട മുൻകാല വ്യാപനത്തിന്റെ റെക്കോർഡാണ് ഇപ്പോൾ മറികടന്നിരിക്കുന്നത്. ഇതുവരെ 1556 പേർ വൈറസ് ബാധ മൂലം മരണപ്പെട്ടു. രോഗവ്യാപന തോത് 44.1%. നിലവിൽ 807 രോഗികൾ ആശുപത്രികളിലോ ഐസൊലേഷനിലോ കഴിയുന്നുണ്ട്. 626 പേർ രോഗമുക്തി നേടി. ഇറ്റലിയിലെ നേപ്പിൾസിന് സമീപം ശക്തമായ ഭൂചലനം. നേപ്പിൾസിന് സമീപമുള്ള കാമ്പി ഫ്ലെഗ്രേ അഗ്നിപർവ്വത മേഖലയിലാണ് റിക്ടർ സ്കെയിലിൽ 4.7 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഉണ്ടായത്. ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം ഭൂമിക്കടിയിൽ ഏകദേശം 3 കിലോമീറ്റർ ആഴത്തിലായിരുന്നുവെന്ന് ഇറ്റാലിയൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജിയോഫിസിക്സ് ആൻഡ് വോൾക്കാനോളജി അറിയിച്ചു. ഭൂചലനത്തിന്റെ ആഘാതത്തിൽ നേപ്പിൾസിന്റെയും സമീപ പ്രദേശങ്ങളുടെയും ചില ഭാഗങ്ങളിൽ വൈദ്യുത വിതരണം തടസ്സപ്പെട്ടു. ട്രെയിൻ, മെട്രോ സർവീസുകൾ താൽക്കാലികമായി നിർത്തിവെച്ച് സുരക്ഷാ പരിശോധന നടത്തി. നിരവധി കെട്ടിടങ്ങൾക്കും പള്ളികൾക്കും കേടുപാടുകൾ സംഭവിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. 4 പേർക്ക് നിസ്സാര പരിക്കേറ്റിട്ടുണ്ട്. പ്രകമ്പനം അനുഭവപ്പെട്ടതിനെ തുടർന്ന് ജനങ്ങൾ പരിഭ്രാന്തരായി തെരുവുകളിലേക്ക് ഇറങ്ങി. പ്രദേശത്തെ സ്ഥിതിഗതികൾ ഇറ്റാലിയൻ സിവിൽ പ്രൊട്ടക്ഷൻ വിഭാഗവും ശാസ്ത്രജ്ഞരും നിരന്തരം നിരീക്ഷിച്ചു വരികയാണ്. നിലവിൽ വൻ നാശനഷ്ടങ്ങളോ സുനാമി ഭീഷണിയോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. വേൾഡ് ടുഡേ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.